വായനയുടെ ലോകത്തിലേക്ക് കൂടുതൽ വായിക്കാൻ പ്രേരിപ്പിച്ച ഒരാളായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ. കഥ പുറത്തു വന്നു. സാഹിത്യവാരവലം മലയാള നാട്ടിൽ വായിക്കാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നു. മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ഞിവ വിടരും പടർകാല് നിന്നു ലളിതേ നീയൻ മുൻപിൽ. എം കൃഷ്ണൻ നായർ സാറ് സാഹിത്യ നിരൂപകൻ എന്ന നിലയിൽ, എഴുത്തുകാരൻ എന്ന നിലയിലൊക്കെ മലയാളിക്ക് ഏറെ സുപരിചിതനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി ഒരു കാലയളവിൽ കോളേജിൽ പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ വരുന്ന സമയത്ത് അന്ന് മലയാളം ക്ലാസ്സിൽ സാമ്പത്തിക ശാസ്ത്രം എൻ്റെ ഐച്ഛിക വിഷയമായിരുന്നെങ്കിലും മലയാളം ക്ലാസ്സിൽ അന്ന് കൃഷ്ണൻ നായർ സാറ് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സാറ് അന്ന് എടുത്ത ഒരു കവിത ചങ്ങമ്പുഴയുടെ മനസ്സിനെയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു. മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ഞിവ വിടരും പടർകാല് നിന്നു ലളിതേ നീയൻ മുൻപിൽ നിർവൃതി തൻ പോൻ കതിർ പോലെ. ചങ്ങമ്പുഴയുടെ മനസ്സിനെ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും രസകരമായ കാര്യം, സാറ് മനസ്വിനിയുടെ ആദ്യത്തെ 4 വരി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പുസ്തകം അടച്ചു വെക്കുകയാണ്. പിന്നീട് ചങ്ങമ്പുഴയിലേക്ക്, വ്യക്തിപരമായി ചങ്ങമ്പുഴയായിട്ട് അദ്ദേഹത്തിന് വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. സമകാലീനന്മാരെന്ന് പറയാൻ കഴിയില്ല, എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നു. ഈ കവിതയേക്കാളേറെ ആ ഒരു അടുപ്പവും ബന്ധവും ഒരു കവിയെ എങ്ങനെ ക്ലാസ് മുറിയിൽ അടുത്ത് പരിചയപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് കൃഷ്ണൻ നായർ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് കാലമേറെ കടന്നു പോയിട്ട് ഞാൻ സത്യത്തിൽ ഇപ്പോഴും ആ ക്ലാസ്സിനെക്കുറിച്ചും ആ കവിതയെക്കുറിച്ചൊക്കെ തന്നെ ഓർക്കുന്നത്. സാറ് പറഞ്ഞ 1-2 അനുഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ചങ്ങമ്പുഴ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ദീർഘമായ യാത്രകൾ, കവിത എഴുതുമ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ, അങ്ങനെ മലയാളിയുടെ എക്കാലത്തെയും വിസ്മയമായ ചങ്ങമ്പുഴയെപ്പോലൊരു കവിയെ ആ കവിതയിൽ മാത്രമല്ല, ആ കവിയുടെ എല്ലാ കവിതകളെയും സംബന്ധിച്ചുള്ള ഒരു വിവരണവും അതുമായി ബന്ധപ്പെട്ട കവിതകളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ കൃഷ്ണൻ നായർ സാറാണ് സത്യത്തിൽ ഈ വായിക്കാനുള്ള പ്രേരണ നൽകിയ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ. കാരണം ചങ്ങമ്പുഴയിൽ മാത്രമായിട്ട് സാറിൻ്റെ ക്ലാസ് അവസാനിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ മലയാളത്തിലെ മറ്റ് കവികൾ, എഴുത്തുകാർ, വിശ്വസാഹിത്യത്തിലെ എഴുത്തുകാർ, ഭാരതീയരായ മറ്റെഴുത്തുകാർ, മറ്റ് ഭാഷയിലെ എഴുത്തുകാരൊക്കെ സാറിൻ്റെ ക്ലാസ്സുകളിലേക്ക് കടന്നു വരികയാണ്. ഒരുപക്ഷെ ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലയളവിലൊക്കെ ഇത്രയും എഴുത്തുകാരെക്കുറിച്ചൊക്കെ ഓർക്കാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ആ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളതെന്നുള്ളത്. അങ്ങനെ ആ കവിതകളിലേക്കൊക്കെ R.K. നാരായണൻ ഇന്ത്യക്കാരനായ ഇംഗ്ലീഷ് എഴുത്തുകാരനായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹം കഥ എഴുതുമായിരുന്നു. R.K. നാരായണൻ്റെ മനോഹരമായ ചെറുകഥ ക്ലാസ്സിൽ അദ്ദേഹം സന്ദർഭശാൽ അവതരിപ്പിച്ച് ഞാൻ ഓർക്കുകയാണ്. സത്യത്തിൽ അങ്ങനെ R.K. നാരായണൻ്റെ പുസ്തകങ്ങൾ തേടിയുള്ള യാത്രകൾ ആരംഭിച്ചു. പിന്നീട് ലോക ക്ലാസിക്കുകൾ, ആ ലോക ക്ലാസിക്കുകളൊക്കെ തന്നെ പലതും സാറാണ് ക്ലാസ്സിൽ ഇങ്ങനെ എഴുത്തുകാരുണ്ടെന്ന് അവരുടെ കഥകളെക്കുറിച്ചുമൊക്കെ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചത്. പിന്നീട് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിലും യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലും ഒക്കെ തന്നെ ഈ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി അന്വേഷിച്ചുള്ള യാത്രകളായി. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു അധ്യാപകൻ എങ്ങനെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, വായനയുടെ ഒരു വലിയ ലോകത്തിലേക്ക് ഒരു വിദ്യാർത്ഥിയെ കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ
ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരുന്നു സാർ എന്നുള്ള കാര്യം സംശയമില്ല. കൃഷ്ണനായർ സാറിനെ തിരുവനന്തപുരംകാർക്ക് എത്രയോ സുപരിചിതനാണ്. ഒരുപക്ഷെ നമുക്കറിയാം, ശാസ്ത്രമംഗലത്ത് താമസിക്കുമ്പോഴും സാറ് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട പ്രസാധനശാലകളിലെല്ലാം കാണും. വൈകുന്നേരങ്ങളിൽ കോളേജ് വിട്ട് കഴിഞ്ഞാൽ കയ്യിൽ കുറേ പുസ്തകങ്ങൾ കാണും. ഒരു കുടയുണ്ട് കയ്യിലെപ്പോഴും. ആ കുടയുമായി സ്റ്റാച്യുവിൽ ബസ് കയറാൻ നിൽക്കുന്ന കൃഷ്ണനായർ സാറിനെ എത്രയോ തവണ ഞങ്ങളുടെ യാത്രകൾക്കിടയിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ വൈകുന്നേരങ്ങളിൽ അടുത്ത് ചെല്ലാറുണ്ട്. വിദ്യാർത്ഥികളോട് വളരെയേറെ, പ്രത്യേകിച്ച് ഞങ്ങളോട് വളരെയേറെ സ്നേഹമസൃണമായ ഒരു സമീപനമായിട്ടുണ്ടായിരുന്നു. പലതവണയായിട്ട് ഞാനും PS പ്രദീപുമൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും അങ്ങനെ സാറുമായിട്ട് അധ്യാപകൻ എന്നതിനപ്പുറത്തേക്കുള്ള വലിയൊരു സൗഹൃദം സത്യത്തിൽ ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അത് ഞങ്ങളുടെ ഒരു പ്രിവിലേജായി ഞങ്ങൾ പലപ്പോഴും കണക്കാക്കുകയും ചെയ്യുമായിരുന്നു. ആ പോകുന്ന വഴിയിലൊക്കെ അദ്ദേഹത്തിന് വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഒരു വലിയ വിശാലമായ ലൈബ്രറി സാറിനുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങളൊക്കെ എപ്പോൾ വായിച്ചു തീർക്കുമെന്ന് പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് മലയാള നാട്ടിൽ സാഹിത്യവാരഫലം വരുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ നമുക്കറിയാം, സാഹിത്യവാരഫലം ഒരുപക്ഷെ വ്യത്യസ്തമായ രീതിയായിരുന്നു. ഓരോ ആഴ്ചയിലും ഇറങ്ങുന്ന ആനുകാലികങ്ങളുടെ കഥകൾ, അതോടൊപ്പം തന്നെ പുറത്തിറങ്ങുന്ന പുസ്തകങ്ങൾ, കവിതകൾ, ഇതെല്ലാം മലയാളിയെ ചെറിയ വാക്കുകളിലൂടെ, ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെ മലയാളിയെ പരിചയപ്പെടുത്തുന്ന ഒരു വലിയ അനുഭവമായിരുന്നു സത്യത്തിൽ. അപ്പം അന്നൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രമുഖരായ എഴുത്തുകാർ പോലും കൃഷ്ണനായർ സാറിൻ്റെ സാഹിത്യവാരഫലത്തിൽ തങ്ങളെഴുതിയ പുസ്തകത്തെക്കുറിച്ചോ ചെറുകഥയെക്കുറിച്ചോ നോവലിനെക്കുറിച്ചോ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു സൃഷ്ടിയെക്കുറിച്ചോ എന്തെങ്കിലും ഒരു പരാമർശം, അത് പലപ്പോഴും നമുക്കറിയാം വളരെയേറെ സാറ് കർക്കശമായ രീതിയിൽ അതിനെ വല്ലാത്ത രീതിയിൽ പലപ്പോഴും വിമർശിച്ചുകൊണ്ടുള്ള രീതിയാണ് പലപ്പോഴും ഭൂരിപക്ഷവും സാറിൻ്റെ ഒരു സമീപനം. പക്ഷേ സാറ് വിമർശിക്കുമ്പോഴും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ തൻ്റെ അംഗീകാരം തനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നെന്ന് പ്രമുഖരായ എഴുത്തുകാർ പോലും ആഗ്രഹിക്കുകയും വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ ഞങ്ങളൊക്കെ അന്ന് എൻ്റെ കൂടെ അന്ന് ചെറിയ കഥകളൊക്കെ എഴുതുന്ന എഴുത്തുകാരായ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. സാറിന് അവരോട് വളരെ താല്പര്യമായിരുന്നു. പക്ഷേ അതിൽ ചില ഞങ്ങളുടെ സുഹൃത്തുക്കൾ എഴുതിയ കഥകൾ കുങ്കുമത്തിലുമൊക്കെ അന്ന് ആ കാലഘട്ടത്തിൽ പുറത്ത് വരുമായിരുന്നു. അപ്പോൾ അന്നൊരിക്കൽ ഞങ്ങളുടെ ഒരു സഹപാഠിയായ ഒരു വിദ്യാർത്ഥി എഴുതിയ കഥ അന്നത്തെ കുങ്കുമത്തിൽ വരികയും ഞാൻ PS പ്രദീപ്, അങ്ങനെ എഴുത്തുകാരനായ പ്രദീപ് ഉൾപ്പെടെ സാറിൻ്റെ അടുക്കൽ ഇങ്ങനെ കഥ വരുന്നുണ്ട്, സാറൊന്ന് വായിച്ച് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ വലിയ പ്രതീക്ഷ സാറത് ഞങ്ങളെ വളരെയേറെ ഈ രീതിയിൽ കാണുമെന്നായിരുന്നു. പക്ഷേ കഥയുടെ ആ ഒരു പശ്ചാത്തലമൊക്കെ, കഥ പുറത്തു വന്നു. സാഹിത്യവാരഫലം മലയാള നാട്ടിൽ വായിക്കാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നു. തൻ്റെ വിദ്യാർത്ഥിയായിട്ട് പോലും, അത് തനിക്ക് വളരെ അടുപ്പമുള്ളൊരു വിദ്യാർത്ഥിയായിട്ട് പോലും സാഹിത്യത്തിൻ്റെ ആ പ്രവർത്തന മേഖലയിൽ അവൻ രീതികൾ ശരിയല്ല എന്നുള്ളത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഒരു താല്പര്യവുമില്ലാതെ, അല്ലെങ്കിൽ അതിനോട് വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറത്ത് സാഹിത്യത്തെ സ്നേഹിക്കുകയും എഴുത്തിനെ നന്നായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു നിരൂപകൻ എന്ന നിലയിൽ സാറെടുത്ത നിലപാടുണ്ട്. ഈ നിഷ്പക്ഷത ഒരുപക്ഷേ കൃഷ്ണനായർ സാറിനെ ഇപ്പം ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഇന്നൊക്കെ അത്തരം നിഷ്പക്ഷതകൾ സാഹിത്യത്തിൽ പോലും നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലഘട്ടമാണ്. അന്ന് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഒരുപാട് ശത്രുക്കൾ, ഞങ്ങളോട് സ്വകാര്യമായി പറയുന്നൊരു കാര്യം, ഒരുപാട് ശത്രുക്കൾ ഇടയ്ക്ക് പോയി കാണുമ്പോൾ കൈക്ക് ഭയങ്കര വേദനയായിട്ടൊക്കെ ഇരുന്ന കാലമുണ്ട്. അപ്പോൾ തമാശ രൂപത്തിൽ പറയുമായിരുന്നു, ഞാൻ ഒരുപാട് പേരെ എഴുതി ശരിയാക്കിയിട്ടുള്ളതാണ്, ഒരുപക്ഷെ അവരുടെയൊക്കെ ശാപം കൊണ്ടായിരിക്കാം കൈയുടെ വേദന തമാശ രൂപത്തിൽ പറയുമായിരുന്നു. പക്ഷേ അത് പരിചയത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ബന്ധത്തിൻ്റെയോ ഒന്നും പേരിലല്ല. അതിനപ്പുറത്തേക്ക് നന്നായി സാഹിത്യം മനസ്സിലാക്കുകയും സാഹിത്യത്തെ നന്നായി ഉൾക്കൊള്ളുകയും അത് നന്നായി ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയും ഒരു തലമുറയും സൃഷ്ടിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തമായ കാഴ്ചപ്പാടായിരുന്നു കൃഷ്ണനായർ സാറിനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യവാരഫലത്തിലൂടെ ചെയ്തത്. ഒരുപക്ഷേ മലയാള നാടിന് ശേഷം അദ്ദേഹം പിന്നീടും ആ പ്രവൃത്തി തുടർന്നു. ഇന്ന് DC ബുക്ക് വോളിയങ്ങളായിട്ട് അത് ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും രസകരമായ കാര്യം, ആ വോളിയങ്ങൾ 6 വോളിയങ്ങളായിട്ടാണെന്ന് എൻ്റെ ഓർമ്മ. ആ വോളിയങ്ങൾ അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ
ആ പുസ്തകങ്ങളെല്ലാം തന്നെ വിറ്റഴിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇപ്പോൾ എത്രമാത്രം മലയാളി എത്രയോ കാലത്തിന് ശേഷവും ഇപ്പോഴും നിരൂപണത്തിൻ്റെ രീതിയിൽ വ്യത്യസ്തമായൊരു അനുഭവത്തെ മലയാളിക്ക് കാഴ്ചവെച്ച ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ കൃഷ്ണനായർ സാറിനെ മലയാളി എത്രമാത്രം, ഭാഷയെ സ്നേഹിക്കുന്ന ആളുകൾ, സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നവർ എത്രമാത്രം സ്നേഹിക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ലെജൻഡായിരുന്നു സാർ. സത്യത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ ഒരു സ്കൂളിലെ ഒരു പ്രോഗ്രാമിന് ഞാൻ വിളിച്ചു. അതവിടെ വന്ന് അതിമനോഹരമായൊരു പ്രസംഗം നടത്തി കടന്നുപോയി. സാറിൻ്റെ ക്ലാസ് മുറിയെക്കുറിച്ചുള്ള വളരെ രസകരമായ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. സാറ് ഒരിക്കൽ പോലും ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കുന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഏതാണ്ട് 100ഓളം വിദ്യാർത്ഥികൾ വരുന്ന മലയാളം ക്ലാസ്സിൽ 150 അതിൽ അപ്പുറത്തേക്കാണ് കുട്ടികളുടെ. കാരണം തിങ്ങി നിറഞ്ഞാണ് ക്ലാസ്. അതിൻ്റെ കാരണം വെച്ചാൽ ഹിന്ദിയിലെ കുട്ടികൾ പോലും, ഹിന്ദി എടുത്തിരിക്കുന്നവർ പോലും കൃഷ്ണനായർ സാറിൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഈ ക്ലാസ്സിൽ വന്നിരിക്കും. അറ്റൻഡൻസ് എടുക്കുന്നത് അപ്രായോഗികമായൊരു കാര്യമാണ്. കാരണം ഒരു മണിക്കൂർ ഒരു 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 5 മിനിറ്റായിട്ടോ 10 മിനിറ്റായിട്ടോ നമുക്ക് തോന്നുള്ളൂ. ക്ലാസ് അവസാനിക്കുന്നത് ബെല്ലടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ക്ലാസ് തീർന്നു പോയല്ലോ എന്ന് പറയുന്നത്. അത് വലിയൊരു ജീവിതാനുഭവമായിരുന്നു. ഒരുപാട് രസകരമായ നമുക്ക് സാഹിത്യത്തെ എത്രയും ഭംഗിയായിട്ട് മനോഹരമായിട്ട് എങ്ങനെ പ്രതിഫലിപ്പിക്കാൻ കഴിയുമെന്ന് പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരുപക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച, വായനയുടെ ലോകത്തിലേക്ക് കൂടുതൽ വായിക്കാൻ പ്രേരിപ്പിച്ച ഒരാളായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ കൃഷ്ണനായർ സാർ എന്ന് ഓർക്കുകയായിരുന്നു. അടുത്ത കാലത്ത് ഞങ്ങൾ വിദ്യാർത്ഥികൾ, അദ്ദേഹത്തിൻ്റെ പഴയകാല വിദ്യാർത്ഥികൾ DC ബുക്കിൽ ഒത്തുചേരുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അനുഭവം, അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ. മലയാളത്തിലെ പ്രമുഖരായ പല എഴുത്തുകാരും അന്ന് അവരുടെ ജീവിതാനുഭവങ്ങൾ കൃഷ്ണനായർ സാറുമായിട്ടുള്ളത് പങ്കുവെക്കുകയുണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോഴും ഒരുപാട് സന്തോഷത്തോടെ ഓർക്കുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയായിരിക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ വായിക്കാൻ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വായനയുടെ ലോകത്തിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുപോയത് സാറിൻ്റെ ക്ലാസ്സുകളും സാറിൻ്റെ സാഹിത്യവുമായിട്ടുള്ള ഒരു അഭിരുചിയെ സൃഷ്ടിച്ചത് സാറുമായിട്ടുള്ള എൻ്റെ ഒരു വലിയ ബന്ധവും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ഞാൻ ഓർക്കുകയാണ്. സ്മരണീയനായ, എപ്പോഴും ഒരു നിത്യവസന്തമായി ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണനായർ സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണാമം കൂടി ഈ സന്ദർഭത്തിൽ അർപ്പിക്കുകയാണ്.